എല്ലാ പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടും. അതിൽ പ്രധാനമായിട്ട് കേരളത്തിലെ ഇന്നത്തേക്ക് ഈ കഴിഞ്ഞ 8-9 വർഷമായി കേരളം അനുഭവിക്കുന്ന ദുരിതപൂർണമായ ദുസ്സഹമായ അവസ്ഥാവിശേഷം, അതേപോലെ തന്നെ നിലമ്പൂരിൻ്റെ വികസന മുരടിപ്പ്, എല്ലാ കാര്യങ്ങളും ഈ 2 കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ചർച്ചാ വിഷയമാവും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആര്യാടൻ ഷൗക്കത്തിന്റെ കാലത്ത് നിലമ്പൂർ പഞ്ചായത്തിൽ ഒരു നിലമ്പൂർ മോഡൽ ഉണ്ടായിരുന്നു. ആ നിലമ്പൂർ മോഡൽ ജനങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടാവുമോ? ജനങ്ങൾ ഓർക്കുക എന്ന് മാത്രമല്ല, കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ ആദ്യമായി എല്ലാവർക്കും 4ാം ക്ലാസ് വിദ്യാഭ്യാസം കൊടുത്ത ഒരു ഗ്രാമപഞ്ചായത്തായി അംഗീകരിച്ചത് ഈ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിലമ്പൂരിനെയാണ്. മാത്രമല്ല കേരളത്തിൽ തന്നെ ആദ്യമായി എല്ലാവർക്കും 10ാം ക്ലാസ് വിദ്യാഭ്യാസം കൊടുത്ത മുനിസിപ്പാലിറ്റിയുടെ പേര് നിലമ്പൂർ എന്നാണ്. കേരളത്തിൽ അതുപോലെ നിരവധിയായ മാതൃകാ പദ്ധതികൾ ഈ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത പഞ്ചായത്ത് നഗരസഭയായിരുന്നു നിലമ്പൂർ. അത് ഇടതുപക്ഷോ UDFO എന്ന് വ്യത്യസ്തമില്ലാതെ എല്ലാ ഗവൺമെൻറ്റുകളും അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞത് എൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല. വാസ്തവത്തിൽ ഈ നിലമ്പൂരിലെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും പിന്തുണച്ചതുകൊണ്ടാണ് ഇത് ഇത്തരം അംഗീകാരങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം.